ഭൂമി കയ്യേറ്റ കേസിലെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. നരേന്ദ്രമോദിക്ക് ഇഡി എങ്ങനെയാണോ അതേപോലെയാണ് പിണറായിക്ക് വിജിലൻസ് എന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തകർക്കാൻ നടക്കുന്ന മാത്യു കുഴൽനാടൻ ശല്യക്കാരനായ വ്യവഹാരി എന്നാണ് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തിയത്. അന്വേഷണം കൊണ്ടോ കേസ് കൊണ്ടോ ആരോപണം കൊണ്ടോ സൈബർ ബുള്ളിംഗ് കൊണ്ടോ എൻ്റെ ആത്മവിശ്വാസത്തെയും എൻ്റെ പോരാട്ട വീര്യത്തെയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് CPM അല്ലെങ്കിൽ CPM സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു FIR എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ FIR. ഇതൊക്കെ ജനം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് എന്നത് പിണറായി വിജയന്റെ വെറും മിഥ്യാധാരണയാണ്. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ? എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ? കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടുള്ള ഒരാളെ മാറിയില്ലേ? ഈ നാടിന് തന്നെ അവമാനമല്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം. അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. നമുക്കൊപ്പം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കോൺഗ്രസ് പ്രതിനിധി M ലിജു എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം M ലിജുവിലേക്ക്. M ലിജു, ശല്യക്കാരനായ ഒരു വ്യവഹാരൻ എന്നതാണ് EP ജയരാജൻ പറയുന്ന മാത്യു കുഴൽനാടനെതിരെയുള്ള ആരോപണം. ഇപ്പോൾ ഭൂമി കയ്യേറിയ വിഷയത്തിൽ തിടുക്കപ്പെട്ട് FIR വന്നത് മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ രാഷ്ട്രീയമായി മാത്യു കുഴൽനാടനെ അവസാനിപ്പിക്കാനുള്ള പാർട്ടി നീക്കത്തിന്റെ തുടർച്ചയാണോ? ഒന്ന്, ഈ ശല്യക്കാരനായ വ്യവഹാരി എന്ന് ശ്രീ EP ജയരാജൻ പറഞ്ഞതിൽ ഇപ്പം ജയരാജനൊക്കെ മാത്യുവിനെ പോലെ ആളുകൾ ശല്യക്കാരനായി തോന്നുന്ന അത്ഭുതമൊന്നും തന്നെ ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ പിന്നെ വൈദേകം റിസോർട്ട് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അതിൽ ED അന്വേഷണം നേരിടുകയും അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പിന്നെ ആജന്മ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്ന RSSന്റെ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി സംസാരിക്കുകയും ചെയ്യുന്ന ശ്രീ ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് അഴിമതി ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ശ്രീ മാത്യു ശല്യക്കാരനായ വ്യവഹാരിയാണ് തോന്നുന്നതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. എനിക്കതുകൊണ്ട് അതിന് വേറെ മറ്റ് പരാമർശങ്ങളൊന്നും തന്നെയില്ല. മാത്യുവിനെ പോലെയുള്ള ആളുകൾ തീർച്ചയായും ജയരാജനെ പോലെയുള്ള ആളുകൾക്കും പിണറായി വിജയനെ പോലെ ആളുകൾക്കും തീർച്ചയായും ശല്യക്കാർ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, വിജിലൻസ് അന്വേഷണം. ഇപ്പോൾ മാത്യു തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഇതൊന്നും കൊണ്ട് മാത്യുവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഭയപ്പെടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, ഇപ്പോഴാണ് ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. മാത്യു കുഴൽനാടൻ കോൺഗ്രസിൻ്റെ MLA, മൂവാറ്റുപുഴ MLA. മാത്യു ഒരു ഭൂമി വാങ്ങി 2012 മുതൽ ഇങ്ങനെ പല ആളുകൾ വാങ്ങിയിട്ട് 2020 മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങുന്നത്. ഇപ്പോൾ FIR ഒരു വിജിലൻസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഈ ഭൂമി എന്നു മുതൽ ആരൊക്കെ മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രതിയായി ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രതി ചേർത്ത് മാത്യു കുഴൽനാടനെയും പ്രതി ചേർത്തുകൊണ്ടൊരു FIR ഇപ്പോൾ വിജിലൻസ് എടുത്തിരിക്കുന്നു. മാത്യു MLA ആവുന്നതിന് മുമ്പുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുന്നതിൽ അതിൽ ഭൂമി അധികമുണ്ടെന്ന് കരുതുക. അത് അധികമുള്ളൊരു ഭൂമി എന്ന് ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരമാണ് നമുക്ക് കേസെടുക്കാൻ സാധിക്കുന്നത്. അതിൽ കേസെടുക്കാൻ പറ്റും. അതെങ്ങനെ ഇവിടെ എങ്ങനെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്നത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എങ്ങനെ അട്രാക്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ചോദ്യത്തിന് മറുപടി CV വർഗീസിൽ നിന്ന് വേണം. കാരണം അതിനുശേഷമാണ് നമുക്ക് ചർച്ചയുടെ മറ്റ് ആംഗിളുകളിലേക്ക് പോകാം. ദിസ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ലിജു. CV വർഗീസ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എങ്ങനെയാണ് താൻ അധികാരസ്ഥാനത്ത് വരുന്നതിന് മുൻപ് നടത്തിയ ഒരു ക്രയവിക്രയത്തിൽ ബാധകമാവുക? അതായത് MLA ആകുന്നതിന് മുൻപ് നടത്തിയ ഒരു രജിസ്ട്രേഷന്റെ പേരിൽ ആ MLAക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് ഒരു FIR ഇടുക? CV വർഗീസ്. മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയപ്പോൾ ലിജു പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. 2021 ഭൂമി രജിസ്റ്റർ ചെയ്തിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴൽനാടൻ MLA ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന്.
രണ്ട്, മാത്യു കുഴൽനാടന് മാത്രമല്ല ഈ കേസിനകത്ത് പ്രതി. രാഷ്ട്രീയമാണെങ്കിൽ മാത്യു കുഴൽനാടനെ പ്രതി ചേർത്തുകൊണ്ടല്ല കേസ്. അവിടെ തഹസിൽദാരായിരുന്ന ഷാജി കേസിനകത്ത് 1-ാം പ്രതിയാണ്. കേസിനകത്ത് 21 പ്രതികളുണ്ട്. ആ 21 പ്രതികളിൽ 16-ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ അവിടെ കപ്പിത്താൻ എന്ന് പറയുന്ന റിസോർട്ട് വാങ്ങുന്നതിന് വേണ്ടി ആദ്യം എടുക്കുമ്പോൾ ഇതിവിടെ ഒരു സാധാരണ വീടായിരുന്നു. ആ വീടാണ് അവസാനം റിസോർട്ടാക്കിയത്. റിസോർട്ടാക്കിയത് മാത്രമല്ല, നാൾ വഴിയിലൂടെ പരിശോധിച്ചാൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വില കൊടുത്ത് വാങ്ങി UDF അനുകൂലമായി, മാത്യു കുഴൽനാടന് അനുകൂലമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കി. ആ പഞ്ചായത്ത് UDF ഭരണ സംവിധാനത്തിലാണ് ഇതിനെ വീടെന്നുള്ളത് മാറ്റി റിസോർട്ട് എന്ന രൂപത്തിലേക്ക് അതിന് ലൈസൻസ് സമ്പാദിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധനായ മാത്യു കുഴൽനാടൻ ഇവിടെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ 2019 LDF ഗവൺമെൻറ് എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ പോയി അനധികൃത കയ്യേറ്റത്തിനെതിരായ കേസ് നടത്തി ആദർശശുദ്ധി നടത്താൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നയാളാണ്. മാത്രമല്ല, മാത്യു കുഴൽനാടനോട് ഈ കേസ് സംബന്ധിച്ച് വിശദാംശം നിയമോപദേശം തേടാൻ ചെന്ന ആളുകളിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. ആധികാരിക രേഖയുണ്ട്. അപ്പൊ തന്നെ സമീപിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സി വി വർഗീസിനെ പോലെ ബോധ്യമല്ലാത്തത് കൊണ്ട് വളരെ സ്പെസിഫിക് ആയി നമുക്ക് ചോദ്യങ്ങൾ പറഞ്ഞു പോകാം. മറ്റാരും നമ്മുടെ ചർച്ചയിലില്ല. കാരണം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെയും മാത്രം ഞാൻ ക്ഷണിച്ചത്. സി വി വർഗീസ്, മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങുന്നത് MLA ആകുന്നതിന് മുൻപാണോ MLA ആയതിനു ശേഷമാണോ? MLA ആകുന്നതിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് MLA ആയതിനു ശേഷമാണ്. 2021 അല്ല, സോറി, 2021 MLA ആയതിനു ശേഷമാണല്ലോ ഈ ഭൂമി വാങ്ങിയ രേഖ എൻ്റെ കയ്യിലുണ്ട്. അല്ല, നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് നോമിനേഷനിൽ ഈ ഭൂമി വാങ്ങിയതില്ലേ? നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ വരെ 1 ഏക്കർ ഭൂമി. അല്ല, മാത്യു കുഴൽനാടൻ കേസിൽ പ്രതിയായി എന്നുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ പ്രശ്നം 1 ഏക്കർ 28 സെന്റ് സ്ഥലം വാങ്ങിയതിനു ശേഷം 55 സെന്റ് സ്ഥലം അവിടെ അനധികൃതമായി കയ്യേറ്റം നടത്തി. ആ കയ്യേറ്റം നടത്തിന് മതിൽ കെട്ടി തിരിച്ചു. മാത്യു കുഴൽനാടൻ ഇതിന് മുമ്പ് ഒരു സംസ്ഥാനം പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞത്? വിജിലൻസ് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലായിരുന്നു എന്നാണ്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ഡോക്ടർ അരുണിനോട് ചോദിക്കട്ടെ, ഒരാളൊരു ഭൂമി വാങ്ങിയാൽ ആ ഭൂമിയുടെ 4 അതിരുകൾ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കാതെ കൊണ്ട് ആരെങ്കിലും ഭൂമി വാങ്ങുമോ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് അത്ര വിശ്വാസതയോടുകൂടിയാണ് അദ്ദേഹം അത് വാങ്ങി. പോളിറ്റ് ബ്യൂറോയുടെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി വാങ്ങുമ്പോൾ അത്രയും വലിയ വിശ്വാസത്തെ അദ്ദേഹം കൊടുത്തിരുന്നെങ്കിലും അവിടെ സ്ഥലമൊന്നുമില്ല. ബന്ധുവിന്റേതെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അവിടെ സ്ഥലമുണ്ടെന്ന് തെളിയിക്കട്ടെ. അല്ലല്ല, അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വെല്ലുവിളിക്കുക മാത്യു കുഴൽനാടനെ, കോൺഗ്രസിനെ. അല്ല, അദ്ദേഹത്തിന്റെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ബന്ധുവിന്റെ സ്ഥലമാണ് മാത്യു കുഴൽനാടൻ വാങ്ങിയത് എന്നാണ് മാത്യു കുഴൽനാടൻ ആദ്യം എടുത്ത ഡിഫൻസ്. അത് ശരിയല്ലേ? അല്ല, ഈ 1 ഏക്കർ 28 സെന്റ് ഭൂമി മാത്യു കുഴൽനാടൻ വാങ്ങിയ വ്യക്തിയും CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ? ഞങ്ങളൊന്നും ബന്ധമില്ല, ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ CPM-ന്റെ അകത്ത് ഏതെങ്കിലും കേസ് വരുമ്പോൾ CPM-ന്റെ നേതാക്കന്മാരെ അങ്ങോട്ട് കക്ഷി ചേർത്ത് മാത്യു കുഴൽനാടൻ ആരോടാ ഭൂമി മേടിച്ചതെന്ന് പറഞ്ഞാൽ ആരോടാ? കപ്പിത്താൻ എന്ന് പറയുന്ന റിസോർട്ട് ഉണ്ടാക്കിയതാരാ? 50 സെന്റ് സ്ഥലം മാത്യു കുഴൽനാടൻ കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അത് മാത്യു കുഴൽനാടനാണോ കയ്യേറിയത്? മാത്യു കുഴൽനാടന് ഭൂമി കൊടുത്തവരാണോ കയ്യേറിയത്? ആ ഭൂമി എത്രയാണെന്ന് അറിയില്ലായിരുന്നു, താൻ അളന്നില്ല എന്ന കാര്യമാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. സെന്റ് സ്ഥലം 1 ഏക്കർ 28 സെന്റ് സ്ഥലം വാങ്ങിയാൽ അതിനകത്ത് 55 സെന്റ് സ്ഥലം അധികൃതമായി അധികൃതമായി അളവിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ പൊതുപ്രവർത്തനാണ് എന്ത് ചെയ്യേണ്ടത്? എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത കാശിനേക്കാൾ കൂടുതലുള്ള ഭൂമി എൻ്റെ കൈവശമുണ്ട്. ആ ഭൂമിയുടെ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ ആദർശം കാണിച്ചില്ലല്ലോ. അല്ല, അതിന്റെ മറുപടി ലിജു പറയട്ടെ. പക്ഷേ CP വർഗീസിന്റെ ചോദ്യം ഇതാണ്, ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസ് വരുമ്പോൾ 2012 മുതൽ ക്രമക്കേട് നടക്കുന്ന ഒരു ഭൂമിയുടെ ക്രയവിക്രയത്തിന്റെ ഭാഗമായി ഈ മാത്യു കുഴൽനാടനെ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു FIR വരുന്നു എന്നതിലാണ് അവിടെ ഒരു സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത് ലാൻഡ് കൺസർവേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നത് മനസ്സിലാക്കാം. അധികമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കാം, അതിനൊന്നും നിയമ തടസ്സമില്ല, നമ്മൾ ആരും ഇതിന് എതിരുമല്ല.
പക്ഷേ മുഖ്യമന്ത്രി- MLA ആകുന്നതിന് മുൻപ് ഡോക്ടർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ തന്നെ ഭൂമിയുടെ കൈമാറൽ നടന്നിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ പിന്നീട് എങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരിക? കാരണം ഇല്ല, ഈ അത് പറയുന്ന അവിടെ തന്നെ ക്രൈം ഉണ്ടല്ലോ കമ്മിറ്റ് കൃത്രിമം. ചെയ്തിരിക്കുന്നത് അദ്ദേഹം MLA ആകുന്നതിന് ഡോക്ടർ മുമ്പാണ്. അരുൺ പറഞ്ഞ അവിടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഒന്ന്, MLA ആകുമ്പോൾ 1 ഏക്കർ 21 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു. ഡോക്ടറെ, കേൾക്കാം. സ്ഥലം മേടിക്കാൻ വേണ്ടി MLA ആയിട്ട് ഫോറം പൂരിപ്പിക്കുന്ന തലേ ദിവസം 1 ഏക്കർ 22 സെന്റ് സ്ഥലം മേടിക്കുന്നു. 1,33,00,000 സെന്റ് സ്ഥലമെന്ന് പറയുന്നു, വിലയെന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അത് 3,88,00,000 രൂപയായി അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തെ അദ്ദേഹം കൊടുക്കുന്നു. അപ്പം അതിനർത്ഥം 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കോടികളുടെ വ്യത്യാസം വരുത്തുന്ന രൂപത്തിലേക്ക് ഈ ഭൂമിയുടെ ക്രയവിക്രയത്തെ നടത്തിയിട്ടുള്ളപ്പം അതിനകത്ത് സംശുദ്ധമായ നിലപാടാണോ? ഒന്ന്. രണ്ട്, മാത്യു കുഴൽനാടനെ മാത്രമായി കക്ഷി ചേർത്ത് പ്രതി ചേർക്കേണ്ട കാര്യമാണെങ്കിൽ ഇതിനു മുമ്പ് അവിടെ തഹസിൽദാരായിരുന്ന ഷാജി ഉൾപ്പെടെയുള്ള 21 ആളുകൾ പ്രതികളാണ്. 16ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. അങ്ങനെയാണ് മാത്യു കുഴൽനാടനെ പിണറായിയെയും അതുപോലെ തന്നെ പിണറായിയുടെ മകളെയും പ്രതി ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപജാപ സംഘങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 16ാമത്തെ പ്രതിയാക്കി മാത്യു കുഴൽനാടനെ ചേർക്കേണ്ട കാര്യമില്ല, 1ാമത്തെ പ്രതിയാക്കാം. രണ്ടാമത്തെ കാര്യം, ഈ വിജിലൻസിലിരിക്കുന്ന ആളുകളുടെ തലച്ചോറിന് പകരം ചകിരിച്ചോറ് വേണ്ടേ? വിജിലൻസിലിരിക്കുന്ന ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ടും എങ്ങനെയെങ്കിലും പ്രതിപട്ടികയിൽ ചേർക്കണം എന്നുള്ളത് കൊണ്ട് ദാ എഴുതി ചേർത്തിരിക്കുകയാണ്. ക്രമക്കേട് അറിയാമായിരുന്നിട്ടും ഭൂമി രജിസ്ട്രേഷൻ നടത്തി. പക്ഷേ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് MLA ആകുന്നതിന് മുമ്പാണ് എന്നുള്ളതാണ് ലിജു നേരത്തെ ചൂണ്ടിക്കാട്ടിയ വിഷയം. ഞാൻ അങ്ങയിലേക്ക് വരാം. CV വർഗീസ്, ശ്രീ M. ലിജു, CV വർഗീസ് ചൂണ്ടിക്കാട്ടി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 55 സെന്റ് ഈ മാത്യു കുഴൽനാടൻ അധികമുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായം പൊതുജനത്തിന് അങ്ങോട്ട് ബോധ്യമാവുന്നില്ല. താൻ അളന്നില്ല, താൻ അവരെ വിശ്വസിച്ചു, അതുകൊണ്ട് ഭൂമിയിൽ ഇത് വേലികെട്ടി തിരിച്ചിരിക്കുന്നുവെന്നാണ്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പില്ലല്ലോ M. ലിജു, നമുക്കറിയാവുന്നതല്ലേ. 55 സെന്റ് പോയിട്ട് 5 സെന്റെങ്കിലും അധികമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ അത് വളച്ചുകെട്ടി എടുത്തതിന് ശേഷം താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പൊതുജനത്തിന് സംശയമുണ്ടാവും. അവിടെയാണ് ഈ കേസിന്റെ ഒരു മെറിറ്റ് നിൽക്കുന്നത്. M. ലിജു. ശരി അരുൺ. നമുക്ക് ആദ്യം തന്നെ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. അരുൺ പറഞ്ഞതുപോലെ MLA അല്ലാത്ത ഒരാൾ, ഒരു സ്വകാര്യ വ്യക്തി ഒരു ഭൂമി വാങ്ങി. ആ ഭൂമിയുടെ ക്രയവിക്രയം അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് കഴിഞ്ഞു. അഫിഡവിറ്റിൽ പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എടുക്കുന്നത് ശത്രുതാ നടപടി അല്ലെങ്കിൽ പിന്നെ എന്താണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഒരു പൊതുപ്രവർത്തകനെതിരെ, ഒരു ജനപ്രതിനിധിക്കെതിരെ മാത്രം ഉപയോഗിക്കാൻ കഴിയുമ്പോൾ മാത്യുവിനെ അതിനകത്ത് പ്രതി ചേർക്കാനുള്ള ശ്രമം ഉണ്ടായതിൻ്റെ കാരണം മുഖ്യമന്ത്രിക്കെതിരെ നേരെ നീങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമായല്ലോ. ഇപ്പം നേരത്തെ CV വർഗീസ് പറഞ്ഞതുപോലെ നിങ്ങൾ ചുമ്മാ 1-ാം പ്രതിയാക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കേസിൽ? അപ്പോൾ മാത്യുവിനെ എങ്ങനെയും പ്രതിയാക്കണമെന്നുണ്ടെങ്കിൽ 2012 മുതൽ വസ്തു വാങ്ങി വരുന്ന മുഴുവൻ ആളുകളെയും പ്രതി ചേർത്ത് വരിക. കാരണം അല്ലാതെ എങ്ങനെ മാത്യുവിനെ ചേർക്കാൻ പറ്റും? ആദ്യമായി ഈ വസ്തു വാങ്ങിയാൾ നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു വീടായിരുന്നു, എന്നിട്ട് പറഞ്ഞ് കപ്പിത്താൻ റിസോർട്ടിൽ നിന്ന് മേടിച്ചാണെന്ന്. സുഹൃത്തെ, എല്ലാവർക്കും അറിയാം, മാത്യു ഇത് വാങ്ങുമ്പോൾ തന്നെ അവിടെ കപ്പിത്താൻസ് റിസോർട്ട് എന്ന പേരിൽ അവിടെ റിസോർട്ട് ലൈസൻസ് ഉണ്ട് പഞ്ചായത്തിന്. അതൊരു റിസോർട്ട് ലൈസൻസ് നിലവിൽ അവിടെ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് ആളുകളുടെ കയ്യിലിരുന്ന പ്രോപ്പർട്ടിയാണ്. അവസാനം അത് കൈമറിഞ്ഞ് മാത്യുവിൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ വാദം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കുന്നൊരു കാര്യമേ അല്ല. ഇത് പ്രതികാര നടപടി മാത്രമായിരുന്നു. ഇനി രണ്ടാമത്തെ പോർഷൻ, അതിനകത്തൊരു ധാർമ്മിക ഒരു ചോദ്യമാണ് അരുൺ ഉന്നയിച്ചത്. ഇപ്പം 55 സെന്റ് ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയേണ്ടതല്ലേ? മാത്യു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വർഷങ്ങളായിട്ട് ഈ ഭൂമി വാങ്ങുമ്പോൾ അവിടെ ഒരു ചുറ്റുമതിലുണ്ട്. അവർ കൃത്യമായി മതിൽ കെട്ടിയാണ് ഈ പ്രോപ്പർട്ടി കൈവച്ചിരിക്കുന്നത്. ആ ചുറ്റുമതിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഭൂമി ഒരു പൊസഷനിലാണ് ഭൂമി എപ്പോഴും നിൽക്കുന്നത്. ആ പൊസഷനിലിരിക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യം ചിലപ്പോൾ ആധാരത്തിലുള്ളത് തന്നെ പൂർണ്ണമായി അതിനപ്പുറത്തും ചിലപ്പോൾ ഭൂമി കാണും. അത് പൊസഷനാണ്. നമ്മുടെ നാട്ടുപുറങ്ങളിലോ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അളന്ന് ആ കൃത്യം ആധാരത്തിലുള്ള പ്രോപ്പർട്ടി മാത്രമല്ല കാണുന്നത്, അതിന് പുറത്ത് കാണും. അത് നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യം മാത്രമല്ല. മാത്യു പുതുതായി മതിൽ കെട്ടിയെന്നൊരു കേസ് അവർക്കില്ല. വർഷങ്ങളായി നിലനിൽക്കുന്ന ചുറ്റുമതിൽ, ആ
ആ ചുറ്റുമതിലിനെ മാത്യു മോഡിഫൈ ചെയ്തു എന്നതിനപ്പുറത്ത് നിലവിൽ ഇവരുടെ എന്തൊരു 1 ഏക്കർ 28 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് മാത്യു പുതുതായി പുറകെ കൂടെ സ്ഥലം വളച്ചെടുത്ത് അതിന് മതില് കിട്ടിയെന്നൊരു കേസ് ഇവർക്കില്ല. അതാണ് അങ്ങനെ പ്രധാനപ്പെട്ട പറയാൻ കാര്യം. കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? Yes. 2012 മുതലുള്ള ആളുകളെ ഞാൻ പറയട്ടെ, ഞാനത് പൂർത്തീകരിക്കാനുണ്ട്. ഒരു 2 കാര്യം കൂടെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പഴയ ആളുകളെ കൂടി പിടിച്ചു വെച്ചത്. അവര് കിട്ടിയ മതിൽ അത് മാത്യുവിന് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാതിരിക്കും. ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതെല്ലാം എന്താ മാർഗം? പിന്നെ അടുത്ത പ്രശ്നം, ഇദ്ദേഹം പറഞ്ഞ ഈ മറ്റേ അഫിഡവിറ്റില് വാല്യൂ കൂട്ടിക്കാണിച്ചു. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നോട്ടീസ് അയക്കണം. വാസ്തുവിന്റെ വാല്യൂ കൂട്ടിക്കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കാര്യം എന്താ? ഇപ്പൊ CV വർഗീസിന്റെ പ്രോപ്പർട്ടി, CV വർഗീസിന്റെ ഒരു സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചൊരു പ്രോപ്പർട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് രജിസ്ട്രേഷൻ നിയമം ചെയ്യുന്ന കാര്യം എന്താ? ബിനാമി അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നോട്ടീസ് അയക്കും. ബിനാമി ആണേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിനാമി അല്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് അയക്കും. ഇത്ര നിങ്ങൾ സ്റ്റാമ്പ് കുറച്ചിരിക്കുകയാണ്, അത് കൂട്ടിയടയ്ക്കണമെന്ന് പറഞ്ഞ്. അതല്ല ഭൂമി അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം നിങ്ങളുടെ അധികമുള്ള ഭൂമി ചെയ്യണമെന്ന് പറഞ്ഞ് അത് പ്രകാരം നിയമനടപടി സ്വീകരിക്കും. ഇതൊന്നും അല്ലല്ലോ ഇവിടെ കാണുന്നത്. അതെ, മാത്യു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അതാണ് ലിജു നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നതും അതാണ്. ഞങ്ങളിലേക്ക് വരാം. ലിജു പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എനിക്ക് CV വർഗീസിനോട് ചോദിച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. CV വർഗീസ്, ഈ മാത്യു കുഴൽനാടൻ 55 സെന്റ് ഭൂമി കവർന്നെടുത്ത് വളച്ചു കിട്ടി എന്നൊരു പരാതി CV വർഗീസിനും ഈ പാർട്ടിക്കുമില്ലല്ലോ. ഇത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമതിൽ അതേപടി നിലനിർത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത് CV വർഗീസിന്റെ പുരയിടത്തിലാണെങ്കിലും CV വർഗീസ് ഒരു സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലത്ത് മുൻ കൈവശം വെച്ചിരുന്നയാൾ ഒരു 5 സെന്റോ 6 സെന്റോ അധികം കൈവശം വെച്ചിരുന്നതിന് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചുറ്റുമതിലൊന്നും CV വർഗീസ് പോയി പൊളിച്ചു കളയും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അതൊരു സാധാരണ പൊതു പ്രവർത്തകനാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അയാളുടെ കയ്യിലൊരു ഭൂമി കിട്ടുമ്പോൾ അതെങ്ങനെയോ അതിന്റെ സ്റ്റാറ്റസ് കോ അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഭൂമി അധികമുണ്ടെങ്കിൽ ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം LC ആക്ട് പ്രകാരം നമുക്ക് നടപടിയെടുക്കാം. ഭൂമി കണ്ടു കിട്ടിക്കോളൂ, അതിൽ മാത്യു കുഴൽനാടന് തർക്കമില്ല. നമ്പർ 2, സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയച്ച് അധികം നികുതി ഈടാക്കണം. അതല്ല ഈ സർക്കാർ ചെയ്യേണ്ടത്. അതിനു പകരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൊണ്ടുവന്ന് കളങ്കിതനാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യവഹാരി എന്ന് വരുത്താനുള്ള ഈ നീക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ശരിയാണോ CV വർഗീസ്? ഡോക്ടർ അരുണേ, എനിക്ക് ലിജുവിൻ്റെ ഈ ന്യായീകരണത്തിൽ സഹതാപത്തിൽ എനിക്ക് വലിയ സഹതാപം തോന്നുന്നുണ്ട് ലിജുവിനോട്. കാരണം എന്തറിയോ, 1 സെന്റോ 2 സെന്റോ അല്ലല്ലോ. എനിക്ക് സഹതാപം വേണ്ട, കാര്യം പറഞ്ഞാൽ 1 ഏക്കർ 22 സെന്റ് സഹതാപം വേണ്ട, കാര്യം പറഞ്ഞാൽ മതി. അല്ല, മേടിക്കുന്ന ഒരാള് അല്ലാതെ 55 സെന്റ് സ്ഥലം 1 സെന്റോ 2 സെന്റോ അല്ല. 1 2 ലിജുവിൻ്റെ മറുപടി തന്നെ ഉണ്ട്, ആ മതിലൊന്ന് മെയിൻ്റനൻസ് ചെയ്തു എന്ന് ബിജു തന്നെ പറഞ്ഞു. അതിനർത്ഥം എന്താ? ആ മതിലൊന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ട്. ശരി, ഇരിക്കട്ടെ, അതൊന്നും മെയിൻ്റനൻസ് ചെയ്യല്ല, പുതുക്കി പണിതുമൊക്കെ നേരിട്ട് സ്ഥലത്ത് പോയി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. മാത്യു കുഴൽനാടൻ കയ്യേറിയ ഭൂമി 55 സെന്റ് സ്ഥലം കൂടുതലുണ്ടെന്ന് കണ്ടെത്തി ആ പ്രദേശത്ത് പോയി മാത്യു കുഴൽനാടൻ പുതിയതായി മതിൽ കെട്ടി കണ്ടയാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇപ്പോൾ തലേ ദിവസം ഒരു സാധാരണ കൃഷിക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ ഒരു ദിവസം തലേ ദിവസം മേടിക്കുന്നതിനേക്കാൾ 3 കോടി രൂപ കൂടുതൽ ആ ഭൂമിക്ക് അസറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുക. എന്നിട്ട് അതിന് അങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ പിഴയടച്ചാൽ പോരെ എന്നുള്ള വളരെ ലാഘവത്തോടു കൂടി ഒരു പൊതുപ്രവർത്തനം സ്വീകരിക്കാൻ പറ്റുന്ന നിലപാടാണോ? അല്ല. പിന്നെ കപ്പിത്താൻ എന്ന് പറയുന്ന റിസോർട്ട് അവിടെ ഒരു സാധാരണ വീടായിരുന്നത് മാത്യു കുഴൽനാടൻ വാങ്ങിയതിനു ശേഷം UDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ വില കൊടുത്തൊരു പഞ്ചായത്ത് മെമ്പറെ വിലയ്ക്ക് മേടിച്ച് പഞ്ചായത്ത് ഭരണം തൻ്റെ കൈവശം ഒതുക്കിയതിനു ശേഷം അതിനുശേഷം ആ പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ടാണ് ഇത് ഒരു റിസോർട്ടാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തുള്ളത്. ഇതെല്ലാം നാൾ വഴി വെച്ച് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാൾ വഴി വെച്ച് മാത്യു കുഴൽനാടൻ്റെ ഈ ഭൂമി ഇടപാടിനുള്ള ദുരൂഹത സംബന്ധിച്ച് നടത്താം. മറ്റൊരു കാര്യം എന്താ, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഈ വാങ്ങിയ ആളുകൾ, പ്രതികളായിട്ടുള്ള ആളുകൾ നിയമോപദേശം തേടാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് നിർബന്ധിച്ചില്ല. എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ സമീപിച്ചത്? മാത്യു കുഴൽനാടൻ ഈ ജില്ലയിൽ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസ് നടത്തുകയും ഹൈക്കോടതി വരെ കക്ഷി ചേർക്കുകയും സുപ്രീം കോടതി വരെ കേസുമായി ബന്ധപ്പെട്ട് പോയ ആളാണ്. ഇടുക്കി ജില്ലയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്
അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ കേസ് നടത്തിയ ആളാണ് മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടന് താൻ ഇത്ര ഒരു ഭൂമി മേടിച്ചപ്പോൾ അതിനകത്ത് അനധികൃതമായി തൻ്റെ കൈവശം ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയെങ്കിലും ഞാൻ ഉപേക്ഷിക്കുന്നു പറയാനുള്ള ധാർമ്മികമായ ബാധ്യത കാണിക്കണം. ആ സർക്കാർ കണ്ടുകെട്ടിക്കോട്ടെ സി വി വർഗീസ്, അതിന് മാത്യു കുഴൽനാടനെതിരെ നിന്നിട്ടില്ല. അതിന് പകരം അധികമുണ്ട് എന്ന് ബോധ്യപ്പെടാത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മതിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തു എന്നത് മാത്രമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അതെങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരിക? അഴിമതി നിരോധന നിയമപ്രകാരം എങ്ങനെ നിങ്ങൾക്ക് കേസെടുക്കാൻ സാധിക്കുമെന്നതാണ് ചോദ്യം സി വി വർഗീസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന്, അനധികൃത ഭൂമിയാണ്, ഇതിനെ കരം സ്വീകരിക്കാൻ പാടില്ല എന്ന് നിലവിൽ കേസ് നിലനിൽക്കുന്നു. അനധികൃതമായ ഈ ഭൂമി ഇതിന് നികുതി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നിലവിൽ കേസ് നിലനിൽക്കുന്നു. ഈ ഭൂമി അനധികൃതമാണെന്നുള്ളത് സംബന്ധിച്ചുള്ള രേഖകൾ നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച കേസുകൾ നിലനിൽക്കുന്നു. ആ കേസ് നടത്തിപ്പുകാരുമായിട്ടുള്ള ആളുകൾ മാത്യു കുഴൽനാടനെ സമീപിക്കുന്നു. ആ സമീപിക്കുന്ന സമയത്ത് കേവലമായൊരു ഭൂമി കച്ചവടം നടത്തിയല്ലോ മാത്യു കുഴൽനാടൻ ഈ ഭൂമി കൈവശപ്പെടുത്തി. ഇവിടെ വന്ന് കണ്ടു, ഇടുക്കിയിൽ സൗകര്യമായൊരു ഭൂമി കണ്ടു. ആ ഭൂമി മേടിക്കാൻ ഒരു സാധാരണ ആൾ വരുന്നത് പോലെയാണോ മാത്യു കുഴൽനാടൻ വന്നല്ലോ? ഈ കേസ് ഇതിന് കരമടയ്ക്കാൻ പറ്റില്ല എന്നറിയാം. ഇതിന് അനധികൃതമായ ഭൂമി സംബന്ധിച്ച് കേസ് നിലനിൽക്കുന്നുണ്ടെന്നറിയാം. ഈ ഭൂമി ഒരേക്കർ 22 സെന്റ് എന്നുള്ളത് ഒരേക്കർ 55 സെന്റ് കൂടുതലുണ്ടെന്നുള്ള നിലനിൽക്കുന്ന കേസുണ്ടെന്നറിയാം. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുമെന്നറിയാം. ഇതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ മാത്യു കുഴൽനാടൻ വന്ന് ഭൂമി വാങ്ങി അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട എല്ലാ കൃത്രിമവും നടത്തി. ആ കൃത്രിമം നടത്തിയതിന് ശേഷം അതിൻ്റെ അന്വേഷണാത്മക നടപടിയുടെ ഭാഗമായി മാത്യു കുഴൽനാടൻ പ്രതിയായി വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് നമ്മുടെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത് ഗ്രൗണ്ട് സീറോയിലാണ്. ചോദ്യം ഇതാണ്, ഈ ക്രമക്കേടുകൾ കാട്ടി എന്ന് നിങ്ങൾ ആരോപിക്കുന്ന മാത്യു കുഴൽനാടൻ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് MLA അല്ല. സി വി വർഗീസ് അങ്ങ് കേട്ടുവല്ലോ അല്ലേ? നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കുറ്റങ്ങളും ഇനി മാത്യു കുഴൽനാടൻ ചെയ്തുവെന്ന് കരുതുക. ഈ അനധികൃതമായി ഭൂമിയുണ്ട് എന്നത് അറിയാമായിരുന്നിട്ടും രജിസ്ട്രേഷൻ നടത്തി, വിച്ചഭൂമിയാണെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹം ഈ പറയുന്ന സംഭവം നടത്തി, ടാക്സ് അടയ്ക്കാൻ പാടില്ല എന്ന് ഉത്തരവ് നിലവിലുണ്ടായിരുന്നിട്ടും രജിസ്ട്രേഷൻ നടത്തി. ഇതൊക്കെ നടത്തുന്നത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്യു കുഴൽനാടന് വേണ്ടി ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതവിടെ നിൽക്കട്ടെ, നമ്പർ 1. നമ്പർ 2, ആ സമയത്ത് മാത്യു കുഴൽനാടൻ MLA അല്ല സാർ. മാത്യു കുഴൽനാടൻ MLA അല്ല എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടൻ MLA ആവാൻ നിയമസഭയിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ സാങ്കേതികമായി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സന്ദർഭത്തിൽ കച്ചവടം ഉറപ്പിക്കുകയും നാമനിർദ്ദേശ പത്രിക കൊടുത്ത് അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഒരു സാമാന്യമായ ധാർമ്മികത ഉണ്ടെങ്കിൽ സാമാന്യ ധാർമ്മികത മനസ്സിലാക്കാം. സാമാന്യ ധാർമ്മികതയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. 55 സെന്റ് ഭൂമി സ്വന്തമായിട്ട് കൈവശം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ പോരാളി എന്തുകൊണ്ടത് പറഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ എങ്ങനെ മാത്യു കുഴൽനാടൻ MLA അല്ലാതിരുന്ന സമയത്ത് ചെയ്ത ഒരു കൃത്യം വരും എന്നുള്ളതാണ് ചോദ്യം സി വി വർഗീസ്. അതിന് അങ്ങേക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വളരെ പെട്ടെന്ന് മാത്യു കുഴൽനാടൻ ഹർജി വിജിലൻസ് കോടതി തള്ളിയതിന്റെ പിറ്റേന്ന് FIR ഇടുകയാണ്. അരുണ് പറഞ്ഞാൽ പോരല്ലോ, അരുണോ ലിജുവോ പറഞ്ഞാൽ പോരല്ലോ. മാത്യു കുഴൽനാടൻ ഈ കേസ് ഇന്നലെ കെട്ടിച്ചമച്ചു വന്നല്ല, ഒരു കേസിന്റെ അന്വേഷണത്തിന് തുടർന്നുള്ള നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തി പ്രതിയാണെന്ന് കണ്ടെത്തി. ആ പ്രതിയായി കണ്ടെത്തിയതിന് ശേഷം വിജിലൻസിന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മാത്യു കുഴൽനാടനെ പ്രതിയായി ചേർത്തിട്ടുള്ളത്. ആ പ്രതി ചേർക്കാൻ മുൻവിധിയോടുകൂടിയുള്ള ഒരു നിലപാടും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ബോധ്യമുള്ള കാര്യമല്ലേ സി വി വർഗീസ്? മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനോടൊപ്പമുള്ള വിജിലൻസ് വകുപ്പ്, ആ വിജിലൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥര് മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്ത ഒരു വ്യവഹാരിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ MLAക്ക് മുമ്പോ MLAക്ക് പിമ്പോ എന്നുള്ള പ്രാഥമിക കാര്യം പോലും വിസ്മരിച്ചു പോയോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം സി വി വർഗീസ്. അവിടെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞ ആ ഒരു ഉപമ നിൽക്കുന്നത്. എങ്ങനെയാണോ നരേന്ദ്രമോദിക്ക് ED, അതുപോലെയാണ് പിണറായി വിജയൻ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ച് CPM വേട്ടയാടുന്നു എന്നതുപോലെ
ഈ പ്രതിപക്ഷ സർക്കാരിനെ വേട്ടയാടുന്നു എന്നതുപോലെ തന്നെ വിമർശിക്കുന്നവരെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ചും വേട്ടയാടുകയാണ് പിണറായി വിജയൻ എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. സി വി വർഗീസ്. മാത്യു കുഴൽനാടനോട് പിണറായിക്കെതിരെ കേസ് കൊടുത്തതിനെ സംബന്ധിച്ചോ പിണറായിയുടെ കേസ് വിജിലൻസ് കോടതി തള്ളിയത് സംബന്ധിച്ചോ അതും ഇതുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു വിധമായ പരസ്പര പൂരകമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട് ഈ കേസ് സി വി വർഗീസ് കൊടുക്കുന്നത് തന്നെ 2012 മുതൽ മാത്യു കുഴൽനാടൻ ഈ ഒറ്റയാൾ പോരാട്ടം തുടങ്ങുമ്പോഴല്ലേ? 2012 മുതലുള്ള ക്രമക്കേടിൽ ഇപ്പോഴാണോ ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിക്ക് ഇതൊരു കേസ് കൊടുക്കേണ്ട വിഷയമാണെന്ന് തോന്നിയത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും തൊട്ടപ്പോഴാണ്. CPM അല്ല, ഡോക്ടർ അരുണ് തെറ്റി. ഞങ്ങളല്ല, CPM അല്ല പ്രതിയായി പരാതിക്കാരായി വന്നിട്ടുള്ളത്. ഡോക്ടർ അരുണ് തെറ്റി. എന്താണെന്നറിയോ? CPM അല്ല മാത്യു കുഴൽനാടൻ്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച കേസുമായി പോയത്. മാത്യു കുഴൽനാടൻ്റെ കേസ് സംബന്ധിച്ച് പോയത് CPM അല്ല. അത് സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന അനധികൃത നിർമ്മാണവും അനധികൃത കയ്യേറ്റവും സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ തന്നെ നടത്തി കൊടുത്തിരിക്കുന്ന നിരവധിയായ കേസുകളുടെ ഭാഗമായി കേരള സംസ്ഥാന ഹൈക്കോടതിയിൽ ഇന്ന് നിലനിൽക്കുന്ന 88 കേസുകളുടെ ഒരു ഭാഗമായി വന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നാണ് മാത്യു കുഴൽനാടൻ്റെ കേസും അതിൻ്റെ പട്ടിക ചേരുന്നത്. ആ പട്ടികയായി ചേരുന്ന സന്ദർഭത്തിലാണ് ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. അതല്ലാതെ CPM ഈ കേസിനകത്ത് മാത്യു കുഴൽനാടനായി തിടുക്കപ്പെട്ട എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വഴിയാണെങ്കിൽ അത് നിലനിൽക്കുമോ എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. അതോടൊപ്പം മാത്യു കുഴൽനാടന്റെ ഉപമ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണോ? മോദി ഏജൻസികളെ ഉപയോഗിക്കുന്നത് പോലെ പിണറായി വിജയൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഉപേക്ഷിച്ച് തന്നെ വിമർശിക്കുന്നവരെ വേട്ടയാടുകയാണോ എന്നതാണ് ചോദ്യം. മാത്യു കുഴൽനാടനെതിരെയുള്ള എഫ്ഐആർ മാത്യു കുഴൽനാടനെ രാഷ്ട്രീയമായി പൂട്ടാനോ എന്നാണ് ചോദ്യം. എം ലിജു, ഇന്നിപ്പോൾ AK ബാലൻ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത് മാത്യു കുഴൽനാടനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അധാർമിക രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. തുടർച്ചയായ വ്യക്തിഹത്യയും നുണപ്രചരണവും നടത്തുന്ന അധാർമികതയ്ക്കെതിരായ ശക്തമായ താക്കീത് എന്നാണ്. ഈ തുടർച്ചയായിട്ട് സൈബർ ഇടങ്ങളിൽ മാത്യു കുഴൽനാടനെ വേട്ടയാടുന്നു, ശല്യക്കാരനായ വ്യവഹാരി എന്ന് ആക്ഷേപം വരുന്നു, രാജിവെക്കണം എന്ന് തന്നെ LDF കൺവീനർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ഇപ്പോൾ വിജിലൻസ് ഇടുക്കി യൂണിറ്റ് ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ പ്രതി ചേർക്കുന്നു. പക്ഷെ അപ്പോഴും മാത്യു കുഴൽനാടനെ രക്ഷിക്കാൻ കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ നേതാക്കൾ രംഗത്ത് വരാത്തത് മാത്യു കുഴൽനാടൻ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണോ ലിജു? മാത്യു കുഴൽനാടൻ ഈ കേസിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ഒരു തുടർച്ച പറഞ്ഞിട്ട് ഇതിലൂടെ മറുപടി പറയാം എന്നാണ് ശ്രീ അരുൺ കരുതുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചർച്ചയിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമായല്ലോ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM നേതാക്കന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല. വിജിലൻസിനെ സംബന്ധിച്ച് മാത്യു പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് ED പോലെ കേരള പിണറായി വിജയനെ വിജിലൻസ്. അപ്പോൾ ഒരു കേസ് എങ്ങനെ എടുക്കണം, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ശ്രീ CV വർഗീസ് പറഞ്ഞതിൻ്റെ ഒരു വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം, അതുകൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഇതുമായി ബന്ധപ്പെട്ട് ഈ വസ്തു അധികം വെച്ചതുമായൊക്കെ ബന്ധപ്പെട്ട് അനധികൃത നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിന് വേണ്ടി വക്കീലായ മാത്യുവിനെ സമീപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, മാത്യു ഈ ഭൂമി വാങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വസ്തു കൈയേറ്റത്തെക്കുറിച്ചും അനധികൃത നിർമ്മാണത്തെക്കുറിച്ചും ഗവൺമെന്റിന് അറിയാമെന്നുണ്ടെങ്കിൽ മാത്യു അവിടെ നിലവിലിരിക്കുന്ന മതില് പുതുക്കിപ്പണമെന്നുള്ളതാണ് കേസ്. അപ്പോൾ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണ്ടേ ഗവൺമെന്റ്? നിങ്ങൾ ഈ കേസിനെ കുറിച്ച് സർക്കാരിന് ഇത് അറിയാമായിരുന്നു, അത് സംബന്ധിച്ച കേസ് നിലവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വിജിലൻസ് പറയുന്നു അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയെന്നാണ്. അപ്പൊ അന്നേ കേസ് നിലവിലുണ്ടെന്ന് CV വർഗീസ് പറഞ്ഞ പോലാണെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അപ്പൊ തന്നെ സ്റ്റോപ്പ് മെമ്മോ നടക്കില്ലേ? അല്ല, അതെവിടെയാണ് CV വർഗീസ് പറഞ്ഞത് ലിജു? പഞ്ചായത്ത് സെക്രട്ടറി അടക്കം സ്വാധീനിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ റിസോർട്ട് പണി നടത്തിയതെന്നാണ്. പഞ്ചായത്ത് മാത്രമല്ലല്ലോ, റവന്യൂ ഡിപ്പാർട്ട്മെന്റും വിജിലൻസ് പഞ്ചായത്തും തമ്മിൽ ഒരുമിച്ചാണോ അരുൺ? നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ലേ. പഞ്ചായത്തും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരിധി വരുമോ? ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം നടപടി എടുക്കേണ്ടത് ഭൂമി കൈയേറ്റമുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്താണോ വില്ലേജാണോ? ഒന്നാമത്തെ പ്രതി തഹസീൽദാർ അടക്കമാണ് അതിനകത്ത് കേസിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്.
അപ്പോൾ ഒരു ഭൂമി ഒരാൾ പൊസഷൻ, ഞാൻ പറയട്ടെ, ഒരു പൊസഷനിലിരിക്കുന്നൊരു ഭൂമി ഒരാൾ വാങ്ങിയാൽ അയാൾ അവിടെ മതിലുണ്ട്, പൊസഷനിലാണ് ഈ കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഈ കേസിൽ പ്രതി ചേരുമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും മാത്യു ഇതിനെ നിയമപരമായി നേരിടുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ എങ്ങനെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം പ്രതി ചേർക്കപ്പെടും, ഒരു MLA അല്ലാത്ത ഒരാൾ എങ്ങനെ വരും തുടങ്ങിയുള്ള സാങ്കേതിക കാര്യങ്ങൾ നിയമപരമായി നേരിടാൻ ശേഷിയുള്ള ആൾ തന്നെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് ഈ കേസൊന്നും നിൽക്കാൻ പോകുന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിണറായി വിജയനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു FIR എടുക്കണമെന്നുള്ളതാതെ അതിനപ്പുറത്തൊന്നും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ആരും കരുതുന്നില്ല. ഇനി അന്വേഷണം നടക്കട്ടെ എന്നുള്ള മാത്യു കുഴൽനാടന്റെ സ്റ്റാൻഡ് കൊണ്ടാണ് വിജിലൻസ് ഫൈനൽ റിപ്പോർട്ട് വരെ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ FIR പോലും ക്വാഷിക്കപ്പെടുമായിരുന്നു. ക്വാഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ അരുൺ തന്നെ ചോദിച്ച പോലെ ഞാൻ ആദ്യം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എങ്ങനെ കേസെടുക്കും എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ FIR പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഭയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അരുൺ ചോദിക്കുന്ന പാർട്ടിയുടെ, എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് ചോദിച്ചെന്ന് തോന്നുന്നു അല്ലേ? അല്ല, പ്രധാനമായിട്ടും ഉള്ളത് ഇതിനകത്ത് നിയമപരമായ ഒരു പക്ഷേ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കുന്നില്ലെങ്കിലും ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരമാണെങ്കിലും 55 സെന്റ് ഭൂമി അധികമായിട്ടുണ്ടായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ അറിയാമെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അത് മാത്യു കുഴൽനാടൻ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും, കാരണം ഈ 55 സെന്റൊക്കെ അധികമായിട്ട് ഭൂമിയിലുണ്ട്. ഇപ്പൊ 5 സെന്റൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം, ഒന്ന് കണ്ണയച്ചു നോക്കിയാൽ അറിയാം ഈ ഭൂമി കൂടുതലാണോ എന്ന്. അപ്പോൾ അത്രയും സത്യസന്ധനാണെന്ന് പൊതുസമൂഹത്തിൽ, അതും മാസപ്പടി കേസിൽ നിലനിൽക്കാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്ന മാത്യു കുഴൽനാടൻ ആദ്യം ആ 55 സെന്റ് ഭൂമി തന്റെ ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയതിന് ശേഷം വേണമായിരുന്നു ആ പോരാട്ടം തുടരാൻ എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുക. ഒരു മിനിറ്റ് അരുൺ, അപ്പോൾ ഈ 55 ആണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രോപ്പർട്ടി വർഷങ്ങളായി കൈമാറ്റം ചെയ്തു വരുന്നൊരു പ്രോപ്പർട്ടി മതില് ഉൾപ്പെടെ ചുറ്റുമതിൽ ഉൾപ്പെടെ നിൽക്കുന്ന ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു തരത്തിലുള്ള നോട്ടീസോ മറ്റോ കാര്യങ്ങളോ വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൈവശം വന്നു എന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഉണ്ടെങ്കിൽ തന്നെ ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം നടപടി എടുക്കണം. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടി വാങ്ങി എന്നുള്ളതാണല്ലോ മാത്യു കുഴൽനാടന്റെ ആക്ഷേപം. അപ്പോ ഉള്ളതിനേക്കാൾ വലിയ ഭൂമി താൻ അനുഭവിച്ചു എന്നതാണ് മാത്യു കുഴൽനാടനെതിരെ പാർട്ടി ഉയർത്തുന്ന ആരോപണം. ഞാൻ സംസാരിക്കാം, അത് ഞാൻ അതുകൂടെ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം. അപ്പോൾ ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള നടപടിയും നോട്ടീസും ചെല്ലുമ്പോൾ മാത്യുവിന് അത് തീർച്ചയായിട്ടും മറുപടി നൽകാൻ സാധിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് നോട്ടീസ് നൽകാം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മറുപടി നൽകാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് അരുണ, ഈ വിജിലൻസ് കേസ് ഒരു വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞതുകൊണ്ട് ഈ കേസ് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. ആ ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും അതിന്റെ മെറിറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ വിജിലൻസ് കോടതി ജഡ്ജി കണക്കിലെടുക്കാത്ത നിരവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഇന്ന് അതിന്റെ പേരിൽ മാത്രം ചർച്ചയല്ലാത്തതുകൊണ്ട് ഞാൻ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അത് ഒറ്റ കാര്യം പറയാം, അതുകൊണ്ട് പറയാം. അതുകൊണ്ട് അരുണെ, ആ ഒരു വിജിലൻസ് കോടതി ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് മാത്രം ആ വിഷയത്തിലെ നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. SFI അന്വേഷണം നടക്കുന്നു, ED അന്വേഷണം നടക്കുന്നു. പിണറായിക്കാരും നിങ്ങളുടെ ഇൻഡാസ് കൊണ്ടൊന്നും മാത്യു കുഴൽനാടനെ ഭയപ്പെടുത്താമെന്ന് കരുതരുത് എന്നാണ് ഒറ്റവാചകത്തിൽ പറഞ്ഞു. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, മാത്യു കുഴൽനാടന് ഈ ഭൂമി വാങ്ങുമ്പോൾ അനധികൃതമായ നിർമ്മാണം നടത്തി ഈ ഭൂമി കയറി റിസോർട്ട് വെച്ചു എന്ന് പറഞ്ഞ് നിലവിലുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചെന്ന പ്രതികൾ വാങ്ങിയിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ വളരെ സത്യസന്ധനാണ്. ആ ഭൂമി നടക്കൊണ്ടിരിക്കുന്ന ഭൂമി വാങ്ങാൻ പറ്റില്ലേ? ഇവിടെ അനധികൃതമായ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി വാങ്ങാൻ പറ്റില്ലേ? ആ കേസ് തീർക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന സന്ദർഭത്തിലാണ് ഭൂമി വാങ്ങുന്നത്. അത് ലിജു നിഷേധിക്കാൻ, ലിജു പറഞ്ഞല്ലോ, ചുമ്മാ തങ്ങി കയറിയതല്ല. സ്ഥലം കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞ് നിലവിൽ നിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് നിയമോപദേശം തേടാനാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ അപ്പീല് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് സർക്കാർ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ FIR വിട്ടിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പ്രതിനിധി. ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. Debate with Arun Kumar.